ഇതൊരു തട്ടിക്കൂട്ട് തിരക്കഥയായി പോയി സാറേ. ശരിക്കുള്ള തിരക്കഥ ഞാൻ പറയാം, അത് സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനും ലക്ഷ്മിയും ചേർന്ന് സ്വാതിയെ ട്രാപ്പിലാക്കിയെന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യം ഞാൻ പറഞ്ഞതാ. പല തവണ ലക്ഷ്മി വീട് വിട്ട് പോയിട്ടുണ്ട്. അവള് പോയപ്പോഴൊക്കെ വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചു. അത്രമാത്രം ലക്ഷ്മി എന്റെ വീട്ടുകാർക്കും സ്വാതിക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു. സത്യത്തിൽ ലക്ഷ്മി ആഗ്രഹിക്കുന്നത് എന്റെയും സ്വാതിയുടെയും വിവാഹം നടന്നു കാണാനാ. അതിനുശേഷം വീട് വിട്ടു പോവാനാ അവൾ തീരുമാനിച്ചിരിക്കുന്ന. ഈ നിമിഷം വരെ ലക്ഷ്മിയെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടില്ല. അവള് എന്നെയും കാണുന്നത് ദൈവമായിട്ടാ. ശരിക്കും അത്തരം ഒരു ബന്ധമാ ഞങ്ങൾ തമ്മില്. അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെയാ നിങ്ങൾ പണത്തിന് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ശരിയാ, നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഇതൊരു ചാകര തന്നെയാ. പക്ഷേ പണം കൊണ്ട് മാത്രമെല്ലാം പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കറിയാത്ത പലതും ഉണ്ട് എന്റെ ജീവിതത്തിൽ. എത്രയോ കുടുംബങ്ങളെ ഞാൻ സഹായിക്കുന്നു. എത്രയോ പേർ രോഗങ്ങൾ മറികടന്ന് ജീവിച്ചിരിക്കുന്നതും ഞാൻ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടാ. പണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വൃത്തികെട്ട ഈ കളി ഇനിയെങ്കിലും ഒന്നും നിർത്ത്. ജീവിക്കാൻ ഒരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടേണ്ടതെങ്കിൽ എന്നോട് പറ. നിറഞ്ഞ മനസ്സോടെ ഞാൻ അത് ചെയ്തിരിക്കും. പക്ഷേ ആ സഹായം സ്വീകരിക്കുമ്പോൾ സഞ്ജയ് പണിക്കർ സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചവനാണെന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് ഫലമില്ലാതായി പോവും. ഇത്രയും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങളെ ഞാൻ തടയില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ എന്റെ കുടുംബം തകർത്ത് നിങ്ങൾ ജീവിക്കില്ല. എന്താ അമ്മു ഈ കാണിക്കുന്നേ? നീ എന്തിനാ എന്റെ കാലുകളിൽ പിടിക്കുന്നേ? ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ പെരുമാറുന്നൊന്ന് പറഞ്ഞതാ. എനിക്ക് നിന്നോട് ഒരു പരിഭവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്ന് എഴുന്നേറ്റ് പോ. ചേച്ചിക്ക് എന്നോട് വെറുപ്പാ. ഒരിക്കലും നിന്നെ ഞാൻ വെറുക്കില്ല. ഞാൻ നിന്നെ എന്റെ അനിയത്തിയായിട്ടാ കണ്ടത്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു അനിയത്തിയുടെ സ്ഥാനം എനിക്കുണ്ടെങ്കിൽ എന്തിനാ എന്നെ കാണുമ്പോ ചേച്ചി മുഖം തിരിക്കുന്നേ? ഞാൻ ചോദിക്കുന്ന ഒന്നിനും ചേച്ചി മറുപടി തരുന്നുമില്ല. ഞാൻ അടുത്തു വന്ന ചേച്ചി ഉറങ്ങുന്നതായി ഭാവിക്കും. എന്നെ ശകാരിക്കാനോ ശിക്ഷിക്കാനുള്ള അധികാരം ചേച്ചിക്കില്ലേ? ചേച്ചി തന്ന ജീവിതം എന്റേത്. ചേച്ചി എന്നെ കണ്ടിട്ട് കാണാതെ പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല.
ആ ചേച്ചി വെറുത്ത പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ചേച്ചിയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നൊന്ന് പറ. അത് പറയാതെ ഞാൻ ചേച്ചിയുടെ കാല് വിടില്ല. അമ്മു, നീ എന്നെ പിടിച്ചിരിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. പിന്നെയല്ലേ നിന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ കൊള്ളാൻ. എന്റെ ജീവിതം തീർത്തും ഒറ്റപ്പെട്ടു പോയി. എല്ലാരും ഞാനിപ്പോ ഒഴിവാക്കുക. ഞാനിപ്പോ ആരെയും കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. മനസ്സിൽ എന്റേതായൊരു ജീവിതം ഉണ്ടാക്കി ജീവിക്കാനാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നേ. പുറം ലോകമൊക്കെ എനിക്കിപ്പോ മടുപ്പായി. എനിക്കിനിയുള്ള കൂട്ടായി ഈ പുസ്തകങ്ങൾ മതി. നീ എന്റെ മുന്നിൽ നിന്നൊന്ന് പോ. കണ്ണീരും കരച്ചിലും കാണാൻ എനിക്ക് താല്പര്യമില്ല. സ്വസ്ഥമായിട്ട് ഞാൻ ഇതൊന്ന് വായിക്കട്ടെ. ഇനി ഇതും പറഞ്ഞ് നീ എന്റെ മുന്നിൽ വരരുത്. അതെന്നെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. വീണ് കിടക്കുന്നവളെ ചവിട്ടി നോവിക്കുന്നത് പോലെ. ഇനി ഒരിക്കൽ കൂടി അവൾ എന്റെ മുന്നിൽ വന്ന എന്റെ നിയന്ത്രണം കൈവിട്ടു പോവും. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കാൻ ദിനേശൻ എന്ത് യോഗ്യതയുള്ളത്? ഒരു പ്യൂൺ ചെയ്യേണ്ട ജോലി പോലും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ദിനേശന് അറിയോ? അതിന് മാത്രമുള്ള എന്ത് ക്വാളിഫിക്കേഷനാ ദിനേശനുള്ളത്? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഡയറക്ടർ ബോർഡിൽ എന്റെ ഭാര്യയും മെമ്പറാ. കവിത അത് മറക്കണ്ട. അത് ഞങ്ങൾക്കേ പറ്റിപ്പോയൊരു തെറ്റ്. കാവേരിയുടെ സങ്കടം കണ്ട ദിനേശനെ ഭേദപ്പെട്ട ഒരു പോസ്റ്റിൽ സഞ്ജു കൊണ്ടിരുത്തിയത്. കാവേരിയുടെ ഭർത്താവ് തൊഴിലില്ലാതെ കള്ളുകുടിച്ചും ചീട്ട് കളിച്ചും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അപമാനം തന്നെയാ. പക്ഷെ ദിനേശൻ ഇവിടെയും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. അമ്മു വഴി സഞ്ജുവിന്റെ പ്രീതി പിടിച്ചുപറ്റി എന്നെയും ഗൗതത്തെയും പുറത്താക്കാനുള്ള തന്ത്രം. ശരിക്കും പറഞ്ഞ സത്യം മനസ്സിലാക്കി സഞ്ജുവിനെ ആദ്യം ബ്ലാക്ക്മെയിൽ ചെയ്തത് ദിനേശനാ. പക്ഷേ നിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. നീ എന്ന് ചേരി മാറിയോ അന്ന് ദിനേശന്റെ കാര്യങ്ങൾ കഷ്ടത്തിലായി. അമ്മുവിന്റെ വാലായി നടന്നിട്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ല. നിന്റെ പോക്ക് പുറത്തേക്കാ. എനിക്ക് വേണ്ടതേ വേണ്ടുവോളം കിട്ടുന്നുണ്ട്. അതായത് മനസ്സമാധാനം. എനിക്കത് മാത്രം മതി. ഓ, അതോർത്ത് ദിനേശൻ ഇനി വീട്ടിലിരുന്നാ മതി. ഇനി ദിനേശൻ ഓഫീസിലോട്ടൊന്നും വരണമെന്നില്ല. മാസം തോറും വന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് പോയാ മതി. അങ്ങനെ ഒരു ഔദാര്യം ഞാൻ കാണിക്കാം. അതെ, അത് സഞ്ജു തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ വരണോ കവിത വരണോ എന്ന് അവൻ പറയട്ടെ. ആ കാലമൊക്കെ പോയി ദിനേശ. ഇനി കവിത പറയുന്നത് അവൻ കേൾക്കും. എന്നെ ധിക്കരിക്കാൻ അവൻ 4 വട്ടം ചിന്തിക്കും. എന്താ അതിൽ നിനക്ക് സംശയമുണ്ടോ? തീർന്നോ? എങ്കിലേ എനിക്ക് പറയാനുള്ളതും കൂടെ നീ ഒന്ന് കേട്ടോ. ഗൗതം പറയുന്നത് കേട്ടിട്ട് സഞ്ജുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ നാശത്തിനത് കാരണമാവും. നീ എന്താ ദിനേശ പറയുന്നത്? ആ പെണ്ണിനെ താലി കെട്ടി തറവാട്ടി കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് സഞ്ജു അല്ലെന്നോ? എങ്കിൽ നീ കവിതയെ കൂടാവുന്ന പറയിപ്പിക്കടാ. ഞാനും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നത്. മംഗലശ്ശേരിയിലെ ശത്രു പാളയത്തിൽ തന്നെ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. നീ പറയുന്ന സഞ്ജു അനുസരിക്കും. നിന്നെ ധിക്കരിക്കാൻ അവന് ധൈര്യമില്ല എന്നൊക്കെയല്ലേ നിന്റെ വിശ്വാസം? അവൻ നിനക്ക് തരുന്നൊരു വിലയുള്ളതുകൊണ്ട് മാത്രം
ഒരു വാക്ക് നിന്നോട് പറയാതിരുന്നത്? നീ ഭീഷണിപ്പെടുത്തിയത് സഞ്ജുവിനോട് അമ്മു പറയുന്നു നീ കരുതിയെങ്കിൽ നിനക്ക് പാടെ തെറ്റി. അവൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവനെ വലിച്ചഴിക്കണ്ടെന്ന് കരുതിയിട്ടാ അവള് പറയാതിരുന്നത്. ദിനേശ, ഞങ്ങള് വിഡ്ഢികളാണെന്ന് നീ വിശ്വസിക്കരുതേ. സത്യം എത്ര കാലം മൂടിവെക്കാൻ പറ്റും? അമ്മു അവളുടെ ഭർത്താവ് ആരാണെന്ന് വീട്ടിൽ പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കിത് പറഞ്ഞു നടക്കാം. സഞ്ജുവിനോടോ വീട്ടിലുള്ളവർ ആരോടെങ്കിലും കവിത ഇത് പറയുന്നതോടുകൂടി അഴിച്ചുവെച്ച താലിയെടുത്ത് കഴുത്തിലണിഞ്ഞ് കവിതയ്ക്ക് മംഗലശ്ശേരി വീടിന്റെ പടിയിറങ്ങാം. പിന്നെ നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാം. ദാമ്പത്യയോഗം അടുത്തു വരുന്നുണ്ടെന്ന് സന്തോഷിച്ചോ. ദിനേശിനുള്ള പ്രായോഗിക ബുദ്ധി പോലും ഗൗതത്തിനില്ലല്ലോ. പുകഞ്ഞു തുടങ്ങിയെത്തി മൂടി വെക്കാനാ ദിനേശ് നോക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുന്നത് പുകഞ്ഞു തുടങ്ങിയെത്തി ആളിക്കത്തിക്കാനാ. നീ എന്റെ കൂടെ വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരെ? ഞാനല്ലേ വിളിക്കുന്നത്. നീ എന്റെ കൂടെ വാ. ഇതെവിടേക്കാ ഗൗതം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് തന്നെയാ. എന്തിനാ ഗൗതം ഇങ്ങനൊരു സസ്പെൻസ്? ദേ, ആരാന്ന് പറയാതെ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല. കാണാൻ പോകുന്നത് ചെറിയ ആളിനെയൊന്നുമല്ല. നമ്മൾ ചെന്ന് കാണുന്നതിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നു കരുതുകയും വേണ്ട. എന്നാലും ആളാരാന്ന് പറയില്ലല്ലേ ഗൗതം? മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പിന്റെ 5 ഇരട്ടി ആസ്തിയുള്ള ഒരു കമ്പനിയുടെ MD-യാ കവിത കാണാൻ പോകുന്നത്. ആളെ കാണുന്നതുവരെ അതൊരു സസ്പെൻസായി സൂക്ഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ പറയാത്തത്. നീ വാ. അല്ല, നീയാ മുന്നിൽ നടക്കേണ്ടത്. ഞാൻ നിന്റെ PA അല്ലേ? നിക്കവിടെ. ഒരു ചുവട് നീ മുന്നോട്ട് വെച്ചു പോവരുത്. മംഗലശ്ശേരിക്കാരെ എന്റെ വീട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. മാണിക്യമംഗലത്തെ ഗൗരി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്റെ വീട്ടിലേക്ക് കയറി വരാൻ? എന്റെ കുലം മുടിച്ചു കളഞ്ഞത് നീയല്ലേ? ഗൗരി. അതെ, ഗൗരി തന്നെയാ ഞാൻ. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഞാൻ ജീവനൊടുക്കി കളഞ്ഞെന്നോ? മരിച്ചു കളയാൻ തോന്നിയിട്ടുണ്ട്. ഒന്നല്ല, 100 വട്ടം. എന്നിട്ടും ആകെ കിട്ടിയ ജീവൻ ഹോമിച്ച് കളയാതെ കാത്തത് നിന്റെ കുടുംബത്തെ ചുട്ടരിച്ച് വെണ്ണീറാക്കാൻ വേണ്ടിയാ. 27 വർഷം ഞാൻ കാത്തിരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയാ. ഇവളായിരുന്നു ശ്രീകുട്ടിയെ.
സോറി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗൗരി, കവിത നമുക്ക് ശത്രുവല്ല. ഏട്ടൻ എങ്ങനെ ധൈര്യം വന്നു ഇവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ? ഗൗരി, നീ ഒന്ന് സമാധാനപ്പെട്. ശബ്ദിച്ചു പോകരുത്. ഒരു ന്യായീകരണോ എനിക്ക് കേൾക്കണ്ട. എന്റെ കൺമുന്നിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോ ഇവളെ. ഇല്ലെങ്കിൽ ഇവളുടെ ശവം ഇവിടെ വീഴും. സഞ്ജന, അപ്പച്ചി, ഇവളെങ്ങനെയാടി നിനക്ക് അപ്പച്ചിയാവുന്നത്? പോടി. മമ്മി വേണ്ട, ഇത് സഞ്ജുവിന്റെ അപ്പച്ചിയാ. മോളെ, നമ്പീശനാ പറയുന്നേ, അരുത്. സോറി അപ്പച്ചി, മമ്മി മംഗലശ്ശേരിക്കാരും തമ്മിൽ ശത്രുതയുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. നീ ഗൗരിയുടെ മോളാണോ? അതെ. അപ്പോ ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ MD നിന്റെ അച്ഛനല്ലേ? അതെ അപ്പച്ചി. ഡാഡി ഇപ്പോ ട്രീറ്റ്മെന്റിലാ. മമ്മിയാ ബിസിനസ്സുകൾ നോക്കുന്നത്. ഞാനത് പറഞ്ഞിരുന്നല്ലോ. മമ്മിയുടെ പേരും ഞാൻ പറഞ്ഞിരുന്നു, നന്ദന വർമ്മന്ന്. കവിത, അപ്പച്ചി, അപ്പച്ചി നിക്ക്. അപ്പച്ചി, വണ്ടി എടുക്ക് ഗൗതം. അപ്പച്ചി, അപ്പച്ചി പോകുന്നോ? അപ്പച്ചി പോരുത്, നിക്ക് അപ്പച്ചി. എന്ത് മര്യാദകേടാ കാണിച്ചത്? സഞ്ജുവിന്റെ അപ്പച്ചി ഇങ്ങോട്ട് വന്നിട്ട് അപമാനിച്ചു വിട്ടത് ശരിയായില്ല. പിന്നെ അവളെ ഞാൻ സ്വീകരിച്ചിരുത്തി സൽക്കരിക്കണോ? എന്റെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. എന്റെ ഏട്ടനെ പ്രണയിച്ച് കൊലയ്ക്ക് കൊടുത്തവൾ. ആ പ്രണയത്തിന് ആത്മാർത്ഥത ഉണ്ടായിട്ടല്ലേ ഇന്നും ആ സ്ത്രീ അവിവാഹിതയായി ജീവിക്കുന്നത്? സഞ്ജന, അതെ, ഇനി നിങ്ങൾ തമ്മിലൊരു സംസാരം വേണ്ട. മോളകത്തേക്ക് ചെല്ലേ. മോളെ, നിന്റെ മമ്മി പ്രതികരിച്ചു പോയൊരു തെറ്റ് പറയാനൊന്നുമില്ല. കവിത കാരണമാ നിന്റെ മമ്മിക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങള് എല്ലാം നഷ്ടമായത്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്നെ ഏത് കണ്ണിലാ കവിത അപ്പച്ചി കാണാൻ പോകുന്നേ? സഞ്ജുവിന്റെ വീട്ടുകാര് ഞാൻ ആരാന്ന് അറിയാൻ പോവല്ലേ? എനിക്ക് വാക്ക് തന്നിട്ട് മമ്മി എന്നെ ചീറ്റ് ചെയ്തു. കവിത ഈ വിവരം വീട്ടിൽ പോയി പറയില്ല മോളെ. അവൾക്കത് പറയാനാവില്ല. കാരണം കവിത ഉള്ളുകൊണ്ട് സ്വന്തം ആൾക്കാരെ വെറുക്കുന്നു. നിന്റെ മമ്മി ആരാണെന്ന് അറിഞ്ഞു വെച്ച് കവിത ഇവിടെ വന്നത് മമ്മിയുമായി ചങ്ങാത്തം കൂടാനാ. അതല്ലേ മമ്മി നശിപ്പിച്ച് കളഞ്ഞത്. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചതായിട്ട് മോള് കരുതണ്ട. കവിത വീണ്ടും വരും. അവക്ക് വരാതിരിക്കാനാവില്ല. അതിന്റെ പിന്നിലെ കാരണം വൈകാതെ സഞ്ജന മോൾ അറിയും. കവിതയുടെയും നമ്മുടെയും ലക്ഷ്യം പലതാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള വഴി ഒന്ന് തന്നെയാണ്.